തകഴിയിൽ ബാങ്ക് വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ KG പ്രസാദിൻ്റെ വീടും 5 സെന്റ് ഭൂമിയും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയിലാണ് കുടുംബത്തിന് ഇപ്പോൾ ജപ്തി നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. പ്രസാദ് മരിച്ചിട്ട് 2 മാസമായി. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായി ധനസഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അല്ല, കാർഡാണ് APL എന്ന് പറഞ്ഞാൽ പൊതുവിഭാഗം കാർഡാണ് ഞങ്ങൾക്ക്. നമുക്ക് വേറൊരു വരുമാനമില്ല. നമ്മളിങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കുക. നമുക്ക് ഈ നിലം ഉണ്ടെന്നുള്ള പേര് മാത്രമായിട്ട് അങ്ങനെ കാർഡ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് ഒരു 2 കിലോ അരി അല്ലെങ്കിൽ 4 കിലോ അരി, ഇതിൽ കൂടുതൽ നമുക്ക് കിട്ടത്തില്ല. പാട്ടത്തിനെടുത്ത 3.5 ഏക്കറിൽ വളമിടാൻ 1.5 ലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് 2023 നവംബർ 11 കുന്നുമ്മ കാട്ടിൽ പറമ്പിൽ പ്രസാദ് ജീവനൊടുക്കിയത്. പ്രസാദിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണം ഉൾപ്പെടെ കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതയും കൃഷിയിൽ നിന്നുണ്ടായതാണ്. പ്രസാദ് മരിച്ചതോടെ കുടുംബം തീർത്തും അനാഥമായി. ചില ബന്ധുക്കളുടെ സഹായത്താലാണ് കുടുംബം കഴിയുന്നത്. ഭാര്യ ഓമനയും വിദ്യാർത്ഥിയായ മകൻ അധിനിക്കും മകൾ അധീനയും മാത്രമാണ് വീട്ടിൽ താമസം. മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ നേതാക്കളും നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടില്ല. വീടും വസ്തുവും ജപ്തി ചെയ്താൽ തെരുവിലിറങ്ങുകയേ മാർഗമുള്ളൂ എന്ന് ഓമന. അവരെല്ലാം സർക്കാരിനോട് പറയാൻ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറയുന്നതെന്നല്ലാതെ ഇപ്പോൾ 2 മാസമാകുമ്പോൾ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. അവർ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഇതിലങ്ങ് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാനാണ് 2 മാസമായി ഒരു ജോലിക്കും പോകുന്നുമില്ല. 2022 ഓഗസ്റ്റ് 27 60,000 രൂപ ഓമന സ്വയം തൊഴിൽ വായ്പയായി എടുത്തത്. 11 മാസമായി തിരിച്ചടവ് മുടങ്ങി. കുടിശ്ശികയായ 17,600 രൂപ 5 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യുമെന്നാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസിന്റെ അറിയിപ്പ്. ആത്മഹത്യ ചെയ്ത കർഷകൻ KG പ്രസാദിന്റെ കുഴിമാടത്തിലേക്ക് കുടുംബത്തിന്റെ കണ്ണീർ ഇപ്പോഴും പെയ്തിറങ്ങുകയാണ്. ദുരിതങ്ങളുടെയും ഇല്ലായ്മകളുടെയും നടുവിൽ വേദന മാത്രം തിന്നുകഴിയുന്ന ഒരു കർഷക കുടുംബത്തോട് എന്തുകൊണ്ടാണ് ഒരു തരിമ്പ് പോലും കരുണയില്ലാത്തത്? MD അധീഷിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പറയൂ. ഗുഡ് മോർണിംഗ് SK. അതായത് തകഴിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത് ഇന്നേക്ക് 2 മാസമാവുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അതായത് 2022 ഓഗസ്റ്റ് മാസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓമന സ്വയം തൊഴിൽ വായ്പയ്ക്ക് വേണ്ടി എടുത്ത 60,000 രൂപ, നിലവിലത് 18,000 രൂപയോളം കുടിശ്ശിക ചേർത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ അവരുടെ 5 സെൻറ്റ് സ്ഥലവും ഈ വീടും ജപ്തി ചെയ്യുമെന്ന നോട്ടീസ് വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നിലവിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ അറിയിക്കുന്ന വിശദീകരണം അത് ആ വകുപ്പിൻ്റെ ആ ഓഫീസിൽ നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സാങ്കേതിക നടപടിയാണ്. അങ്ങനെ മൊത്തത്തിൽ അയച്ച ബൾക്കായ എല്ലാവർക്കും അയച്ച കൂട്ടത്തിലേക്ക് അയച്ചു പോയി എന്നുള്ള വിശദീകരണമാണ്. ഈ ഒരു വിഷയത്തിൽ മന്ത്രിതല ഇടപെടൽ കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോഴും ജില്ലാ ഓഫീസ് അറിയിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം, അതായത് ഇവർക്ക് പൈസ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശം നൽകും, അതല്ലെങ്കിൽ ഒറ്റത്തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇവർക്ക് ഇളവുകൾ നൽകാൻ ഉള്ള മുൻകൈ എടുക്കുമെന്നുള്ളൊരു കാര്യം ഓഫീസ് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ കർഷകൻ ആത്മഹത്യ ചെയ്ത വിഷയം തന്നെ നേരത്തെ അദ്ദേഹം എടുത്ത കടത്തിൻ്റെ പേരിൽ ഒറ്റത്തീർപ്പാക്കൽ പദ്ധതി പ്രകാരം പണം അടച്ചു. പക്ഷേ ഒറ്റത്തീർപ്പാക്കൽ പദ്ധതി പ്രകാരം മുൻപ് അത്തരത്തിൽ ലോണുകൾ അടച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നും വായ്പ നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് അത്തരത്തിൽ ഒറ്റത്തീർപ്പാക്കൽ പദ്ധതി പ്രകാരം വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ സാവകാശവും വേണ്ട. ഈ കടം പൂർണ്ണമായി എഴുതിത്തള്ളാൻ സർക്കാർ തയ്യാറാകണമെന്നതാണ് കുടുംബത്തിൻ്റെ നിലപാട്. കാരണം അവർക്ക് മറ്റ് നിവർത്തിയില്ല. വിദ്യാർത്ഥിയായ മകനാണുള്ളത്, പിന്നെ മറ്റൊരു മകളാണുള്ളത്, മറ്റു വരുമാനങ്ങൾ വീട്ടിലേക്കില്ല. നേരത്തെ പ്രസാദ്, അതായത് ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദ് തുടങ്ങി വെച്ച കൃഷി അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. പക്ഷേ അതിൻ്റെ വിളവെടുപ്പൊന്നും തുടങ്ങിയിട്ടില്ല. അതും വിളവെടുത്താൽ പോലും നെല്ല് സർക്കാരിലേക്ക് സിവിൽ സപ്ലൈസിന് കൊടുത്താൽ പോലും പിന്നീട് അത് PRS ആയി കിട്ടി. PRSൻ്റെ പണം പിന്നീട് ബാങ്കിൽ നിന്നും
ഒക്കെ ലഭിക്കേണ്ട കാലതാമസമുണ്ട്. ഇപ്പോഴും പല കർഷകർക്കും കുട്ടനാട്ടിൽ PRS വായ്പ കിട്ടി തുടങ്ങാത്തവരും ലഭിക്കാത്തവരുമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ കാര്യം വളരെ കഷ്ടതയിലാണ്. നേരത്തെ തന്നെ സ്ഥലം MLA-യോടും ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള മന്ത്രി P. പ്രസാദിനോടും ഒക്കെ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടെങ്കിൽ പോലും 2 മാസമായും യാതൊരു തരത്തിലുള്ള സഹായവും സർക്കാർ തലത്തിൽ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. എന്താണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഇടപെടുക അല്ലെങ്കിൽ സർക്കാർ ഇടപെടുക എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മോഹി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.